ഗുരുവായൂർ അമ്പലത്തിന്റെ പവിത്രത നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു നികൃഷ്ട ജന്തു ജസ്ന സലീം. അമ്പലത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കെതിരെ മാത്രം പ്രവർത്തിക്കുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ ജന്മം. അങ്ങനെ തന്നെയാണ് എനിക്ക് ഈ സ്ത്രീയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ താല്പര്യം. പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾക്കും ഈ ഒരു ജന്തുവിനെ അറിയാമായിരിക്കും. സ്ഥിരം ഗുരുവായൂർ അമ്പലവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം ഈ ഒരു നികൃഷ്ട ജീവിക്ക്. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ എല്ലാവരെയും അറിയിക്കാനുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്. കമൻറ്റ് ബോക്സിൽ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം എഴുതി അങ്ങോട്ട് ഇടുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ക്ലിക്ക് ചെയ്യുക, ഒരു മടിയും കൂടാതെ. ഇനി കാര്യത്തിലേക്ക് വരാം. ജസ്ന സലീം. ഹിന്ദുക്കൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കും. അതായത് ഹിന്ദു മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ കാണുന്നുണ്ടായിരിക്കും, ക്രിസ്ത്യൻ മതത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും, മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുമായിരിക്കും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഈ സ്ത്രീക്കെതിരെ സംസാരിക്കണം, ശബ്ദിക്കണം. കാരണം ഇവൾ എല്ലാ മതത്തിനും നാണക്കേടാണ്. എല്ലാ മതത്തിനും ഇവളെ പോലുള്ളവരെയൊക്കെ കല്ലെറിഞ്ഞ് ഓടിക്കണം. ഒരമ്പലത്തിന്റെ പവിത്രത എന്താണെന്നോ അവിടുത്തെ ആചാരമനിഷ്ടം എന്താണെന്നോ ഒന്നും അറിയാതെ അവിടെ കയറി തോന്നിവാസം കാണിക്കുക. അതാണ് ഈ സ്ത്രീയുടെ സ്ഥിര പരിപാടി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. കാരണം ഇവർക്കെതിരെ എന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കണം, കടുത്ത നിയമ നടപടി തന്നെ. അമ്പലത്തിന്റെ പരിസരത്ത് പോലും ഇവളെ അടുപ്പിക്കരുത്. എഴുതി ഒട്ടിക്കണം, ഇവളുടെ ഫോട്ടോ വെച്ച് അതിൻ്റെ അടിയിൽ എഴുതി ഒട്ടിക്കണം, ഇതിനകത്തേക്ക് കയറാൻ പാടില്ല. അങ്ങനെ തന്നെ ചെയ്യണം. കാരണം അത്രയ്ക്കും വൃത്തികേടുകളാണ് ഈ വൃത്തികെട്ട ജീവി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണൂ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. മോളെ ജസ്ന സലീമേ, നീ പായസവും കൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒന്ന് തിരക്കണം. അതായത് ഗുരുവായൂർ അമ്പലത്തിൽ അങ്ങോട്ടേക്ക് പായസവും കൊണ്ട് പോകാമോ എന്ന് ഒന്ന് തിരക്കണം. എന്നിട്ട് വേണം നിന്റെ തോന്നിവാസം നീ കാണിക്കാൻ. മനസ്സിലായോ? എന്നിട്ട് വേണം നിന്റെ തോന്നിവാസം നീ കാണിക്കാൻ ഇറങ്ങാൻ. ഇവളെ എന്താ ചെയ്യണ്ടേ? ഞാൻ എന്തുകൊണ്ട് തെറി പറയുന്നില്ല എന്ന് കുറച്ച് ആളുകൾ ചിന്തിക്കുമായിരിക്കും. നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ബെറ്റർ ആക്കണ്ടേ? എൻ്റെ സംസാരത്തിൽ ഒരു ഇച്ചിരി മാന്യത കീപ്പ് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മാത്രമാണ് ഒരുപാട് കുട്ടികളൊക്കെ വീഡിയോ കാണുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു, അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രണ്ടിലിരുന്ന് മാതാപിതാക്കൾ കാണുന്നുണ്ട് എന്നറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് കുറച്ച് കട്ടിയുള്ള മതാത മലയാള പദങ്ങൾ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ നോർമലായിട്ട് സംസാരിക്കാൻ അറിയാമല്ലായിട്ടല്ല. പച്ച മലയാളത്തിൽ രണ്ട് തെറിയും പറഞ്ഞ് സംസാരിക്കാനും അറിയാം. വേണ്ട എന്ന് വെക്കുക. ഇവളെയൊക്കെ അതാ സത്യം പറഞ്ഞാൽ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നില്ല, നിങ്ങൾ പറ. അതാകുമ്പോൾ ആരും കേൾക്കത്തില്ലല്ലോ. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ തീർക്കണോ ഇവളുടെയൊക്കെ അടുത്ത്. കാരണം അതുപോലത്തെ ബാക്കി കാണും നിങ്ങൾ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിതേ ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഗുരുവായൂർ അമ്പലത്തിൽ പോയി വരുന്ന സമയത്ത് പായസം കൊണ്ടുവരാറില്ലേ? ഞാനിന്ന് ഗുരുവായൂർ അമ്പലത്തിൽ പോവുകയാണേ. പോകുന്ന സമയത്ത് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഞാൻ വര തുടങ്ങി അന്ന് തൊട്ടിട്ട് ഒരു കുഞ്ഞു കണ്ണനെയാണ് വരയ്ക്കാറ്. അപ്പൊ ഞാൻ കേട്ടറിവാണ് കണ്ണന് ഒരുപാട് ഇഷ്ടമാണ് പായസം എന്നുള്ളത്. അപ്പോ അതേപോലെ ഒരുപാട് ആൾക്കാരുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുണ്ട്. നമ്മൾ ഗുരുവായൂരപ്പനെ കാണാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ഉണ്ണിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അത് എന്തെങ്കിലും കുഞ്ഞു കുട്ടിക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടു കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ. സത്യമാണെന്ന് അറിയത്തില്ലല്ലോ. സത്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നീ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുക. അല്ല 5 സ്റ്റാർ അല്ല ചിക്കൻ ബിരിയാണി മേടിച്ചോണ്ട് പോടി. കുട്ടിയല്ലേ, മേടിച്ചോണ്ട് പോ നീ. അല്ല ഇവളെ എന്താ പറയണ്ടേ? ബോധമുള്ള ആരെങ്കിലും കാണിക്കുന്ന പരിപാടിയൊക്കെയാണോ ഇവള് കാണിക്കുന്നത്? ഇവളുടെ വീട്ടിൽ നിന്ന് ഇവൾ ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നു അങ്ങോട്ടേക്ക്. മോളെ, നീ മറ്റേ കുചേലന്റെ ഒക്കെ കഥ അത് കേട്ടിട്ടാണോ നീ പരിപാടിയും കൊണ്ട് ചെല്ലുന്നത്? അത് കുചേലൻ, നീ ഞാൻ പറയുന്നില്ല. മനസ്സിലായോ? നീ ഒരു തെമ്മാടിത്തരം നീ കാണിച്ചു.
നീ അറിയില്ല എന്നും പറഞ്ഞ് കൈ കഴുകി ഓടി. വലിയൊരു തെമ്മാടിത്തരം. അവിടെ ചെന്ന് മാല ഇട്ടത് വലിയൊരു തെമ്മാടിത്തരം. അതിനുശേഷം ഈ തോന്നിവാസം കൊണ്ട് ഇറങ്ങുന്നതിന് മുമ്പ് ബോധമുള്ള ആരാണെങ്കിലും ഒന്ന് അന്വേഷിക്കൂ. ആരാണെങ്കിലും ഒന്ന് അന്വേഷിക്കൂ, ഇതേപോലെ കണ്ണന് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് പോകാമോ എന്നുള്ള കാര്യം ആരാണെങ്കിലും ഒന്ന് അന്വേഷിക്കും. നിനക്ക് അതിനുള്ള ബോധമൊന്നും ഇല്ലേ? അതിനുള്ള ബോധമൊന്നും ഇല്ലേ? അല്ല, എന്ത് തോന്നിവാസം നിന്റെ ഇഷ്ടത്തിന് ഉള്ള ആരാ? ഗുരുവായൂരപ്പൻ, ഉണ്ണിക്കണ്ണൻ ആരാ? അതറിയാവോ നിനക്ക്? നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ള ആളല്ല പുള്ളി, മനസ്സിലായോ? നിനക്ക് തോന്നിവാസം കാണിക്കാനുള്ള ആളല്ല. ഇവൾക്കൊക്കെ എന്ത് തോന്നിവാസവും ദൈവങ്ങളെ വെച്ചങ്ങ് കാണിക്കാന്നുള്ളൊരു അഹങ്കാരമാണ്. അതിന് മറുപടി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ ആരും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഇവിടെ കാണുമ്പോൾ തന്നെ ചെരുപ്പൂരി അടിക്കണ്ടേ? സത്യം പറഞ്ഞാൽ ദേവസ്വത്തിലുള്ള ആൾക്കാർ അത് ചെയ്യണം, ഇനിയെങ്കിലും അത് ചെയ്യണം. അടുപ്പിക്കരുത് ഇവിടെ. അവിടെ ഞാൻ എന്തുകൊണ്ടാണ് ഇത്രയും ഇതായിട്ട് പറയുന്നതെന്ന് അറിയോ? അമ്പലത്തിൽ കണ്ണന് കൊടുക്കേണ്ടത് പൊന്നുമോളെ, നീ നിന്റെ 5 സ്റ്റാറോ ബിരിയാണിയോ അല്ലെങ്കിൽ പായസമോ അല്ല, അത് അവിടുന്ന് നേതിച്ച് ഇങ്ങോട്ട് തരുന്നതാ. അമ്പലപ്പുഴ പായസം, അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണൻ ആരും അങ്ങോട്ട് പായസം കൊണ്ട് ചെല്ലത്തില്ല, അവിടുന്ന് അങ്ങോട്ട് കൊടുക്കേണ്ടത്. അതെന്താണെന്ന് ഈ വിവരദോഷിക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുക. കാണിക്ക വഞ്ചിയുണ്ട്, കാണിക്ക ഇടാം, അല്ലെങ്കിൽ പുഷ്പങ്ങൾ അർപ്പിക്കാം, അതായത് കൊണ്ടുപോകാം. മനസ്സിലായോ? അർപ്പിക്കാന്നല്ല, നമുക്ക് കൊണ്ടുപോകാം. അവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊണ്ട് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞ കൂടിപ്പോവും. ഞാൻ മാക്സിമം നമുക്ക് സമാധാനം ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പൊട്ടും കേട്ടോ, അതിനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. എന്താണെങ്കിലും നമുക്ക് ബാക്കി ഒന്ന് കേൾക്കാം, എന്നിട്ട് സംസാരിക്കാം. അതാണ് നല്ലത്. എന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പായസം. അതേപോലെ എൻ്റെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെയും കണക്കാക്കുന്നത്. അപ്പൊ ഞാൻ കണ്ണന് വേണ്ടിയിട്ട് കുറച്ച് പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ പായസം, ഇത് എന്ത് പായസാന്ന് വെച്ചാല് ചെറുപയറിന്റെ പായസാട്ടോ. എല്ലാവരും ഗുരുവായൂരിന് ഇങ്ങോട്ട് പായസം കൊണ്ടുവരുന്ന സമയത്ത് ഞാനിത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് പായസം കൊണ്ടു കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ ആ നടക്കൽ വെച്ചിട്ട് പോരുകട്ടോ ചെയ്യാം. അപ്പൊ ഭയങ്കര സന്തോഷം എനിക്കിത് ഉണ്ടാക്കാൻ പറ്റിയതും കൊണ്ടു കൊടുക്കാൻ പറ്റുന്നതും. കാരണം എൻ്റെ മക്കൾക്കൊക്കെ അത്രമേൽ ഇഷ്ടമാണ് ഈ പായസം. അതുപോലെ തന്നെയാണല്ലോ എൻ്റെ കണ്ണനും. എൻ്റെ മൂന്നാമത്തെ ഒരു കുഞ്ഞായിട്ടാണ് ഞാൻ കണ്ണനെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് കൊണ്ടു കൊടുത്തിട്ട് വരാട്ടോ. കമ്മത്ത മഴ. വെള്ളപ്പൊക്കം കാണാൻ വന്ന എജാതി മഴ. നോക്ക്, വെള്ളം ഫുള്ള് വെള്ളം. അയ്യോ, കൊടയൊക്കെ പറന്നു പോയി. നേരത്തെ നീ ഒരു ഡയലോഗ് അടിച്ചല്ലോ, നിന്റെ മൂന്നാമത്തെ കുട്ടിയാണ് കണ്ണനെന്ന്. നീ നിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തേനെയൊക്കെ ആക്ഷേപിക്കുമോ? പരസ്യമായിട്ട് ചെയ്യുമോ? അല്ല, നീ ഇപ്പം നിന്റെ മൂന്നാമത്തെ കുട്ടനാണ്, മകനാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞല്ലോ, ആ മകനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് നീ ദിവസം. ഓരോ ദിവസം തോറും നിന്റെ പല തോന്നിവാസങ്ങളും കാണിച്ചുകൊണ്ട് ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യും ഒരു സൈഡിലൂടെ. ഇനി മിണ്ടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഇതുപോലുള്ള തോന്നിവാസികൾ ഇവളിനി ആ പരിസരത്ത് പോകണ്ട, അതേ എനിക്ക് പറയാനുള്ളൂ. ഇവളിനി അവിടെ പോകണ്ട. ദേവസ്വം ബോർഡിൽ നമുക്ക് അറിയിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ അറിയിക്കും. കാരണം ഒരു ബോധം ഉണ്ടാവണ്ടേ? അങ്ങനെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഇവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഗുരുവായൂർ അമ്പലത്തിന്റെ ഭാഗമായി നിവേദ്യം വെക്കാൻ വീട്ടിൽ നിന്ന് പായസം തയ്യാറാക്കി കൊണ്ടുപോകാൻ അനുവാദമില്ല.
മനസ്സിലായല്ലോ? അതായത് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. വീട്ടിൽ നിന്ന് കൊണ്ട് കണ്ണന് കൊടുക്കാൻ സമർപ്പിക്കാൻ പാടില്ല, അത് തെറ്റാണ്. ക്ഷേത്രത്തിലെ ആചാരങ്ങളും സുരക്ഷാ മാനദണ്ഡങ്ങളും അനുസരിച്ച് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന യാതൊരുവിധ ഭക്ഷണ സാധനങ്ങളും ശ്രീകോവിലിനുള്ളിൽ ഭഗവാന് നിവേദിക്കാറില്ല. ക്ഷേത്രത്തിലെ പായസ വഴിപാടുകളുമായി ബന്ധപ്പെട്ട പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ക്ഷേത്രത്തിലെ നിയമങ്ങൾ. ക്ഷേത്രത്തിനുള്ളിലെ പാചകം. ഭഗവാനുള്ള നേദ്യങ്ങൾ, പാൽപായസം, നെയ്പായസം തുടങ്ങിയവ കടുത്ത വ്രതശുദ്ധിയോടെ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ അമ്പലത്തിലെ അടുക്കളയിൽ മാത്രമേ തയ്യാറാക്കുകയുള്ളൂ. കൗണ്ടർ വഴിപാടുകൾ. നിങ്ങൾക്ക് പായസം വഴിപാടായി കഴിക്കണമെങ്കിൽ ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടറിൽ നിന്നോ അല്ലെങ്കിൽ അവിടുത്തെ ദേവസ്വം ബോർഡിന്റെ ഒഫീഷ്യൽ പോർട്ടലിൽ നിന്നോ ഓൺലൈനായി പണമടച്ച് രസീത് വാങ്ങേണ്ടതാണ്. പ്രസാദ വിതരണം. വഴിപാട് കഴിച്ചതിന് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് നൽകുന്ന പായസം മാത്രമേ പ്രസാദമായി സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി ഈ പ്രസാദം പ്രത്യേക ടിന്നുകളിലാണ് ഭക്തർക്ക് നൽകുന്നത്. അറ്റ്ലീസ്റ്റ് അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ എടി മോളെ, നീ ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, ഒന്ന് വായിച്ചു നോക്കണം. നീ പണ്ട് തൊട്ടേ ഒരു ഫോട്ടോ ഇങ്ങനെ വരച്ച് കൊടുത്ത് കണ്ണനെ വിറ്റ് ജീവിക്കുന്നുണ്ടല്ലോ. നീ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങളെ പറ്റി ചെറുതായിട്ടെങ്കിലും, അല്ലെങ്കിൽ നിന്റെ തോന്നിവാസത്തിന് പായസം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ട് പോകാമോ എന്നെങ്കിലും ഒന്ന് അന്വേഷിക്കുക. ഇവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ നടയുടെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ടൊക്കെ പോകുന്ന ഈ മോള്, ഇവൾ എന്തിനാ ഇത് ചെയ്യുന്നത്? ഇവൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇല്ലാതാക്കുകയല്ലേ, ഒരു മതത്തെ കളിയാക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ ഇവളെ എനിക്ക് തോന്നുന്നു ഇവളുടെ പള്ളിയിലൊന്നും കയറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല, നന്നായി, ഇല്ലെങ്കിൽ ഇവള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് ചെന്നേനെ അള്ളാഹുവിന്. അല്ല, ഇവൾ അതും ചെയ്യും. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നവർ തുലാഭാരത്തിന് മാത്രം, അതായത് തുലാഭാരം അറിയാമല്ലോ നിങ്ങൾക്ക്, അതിനുവേണ്ടി മാത്രമേ നമുക്ക് വീട്ടിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റൂ. അരിയാണെങ്കിലും എനിക്ക് തോന്നുന്നു പഞ്ചസാരയൊക്കെ അവിടുന്ന് തന്നെയാണെന്ന് തോന്നുന്നു. നമുക്ക് വായിച്ചു നോക്കാം. നിങ്ങൾ തുലാഭാരം വഴിപാടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനായി ശർക്കരയോ കൽക്കണ്ടമോ മറ്റ് സാധനങ്ങളോ വീട്ടിൽ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ അനുവാദമുണ്ട്. എന്നാൽ ഇവയും നേരിട്ട് നേദ്യം വെക്കാൻ ഉപയോഗിക്കില്ല. കാരണം ഞാൻ കണ്ടിരിക്കുന്നത് പഞ്ചസാരയൊക്കെ അകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ കൊണ്ട് പുറത്തു കൊടുക്കണവർക്ക് അങ്ങനെ ആയിരിക്കാം. എന്നിട്ട് അകത്ത് ഉണ്ട്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതും അകത്താണ്, പുറത്തല്ല. തുലാഭാരമൊക്കെ തൂക്കുന്നത് നമുക്ക് പുറത്തൂടെ ഒരു വഴിയുണ്ട്, ക്യൂ നിൽക്കാതെ, വലിയ ക്യൂ ഇല്ല. നമുക്ക് ഈ അകത്തളത്തിൽ കണ്ണനെ നേരിട്ട് കാണാൻ പറ്റില്ല, അതായത് അകത്തെ ആ ഒരു ഭാഗത്തോട്ട് കയറാൻ പറ്റില്ല. അതിൻ്റെ പുറത്ത് ഈ ശിവേലി നടക്കുന്ന ആനകളൊക്കെ പോകുന്ന ഒരു ഇതുണ്ട്, അവിടെ നമുക്ക് തുലാഭാരമൊക്കെ തൂക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പാൽപ്പായസം, നെയ്പായസം എന്നിവയിൽ ഏത് വഴിപാടാണ് കഴിക്കേണ്ടത്, അതിൻ്റെ വിവരങ്ങളോ ഓൺലൈൻ ബുക്കിംഗ് രീതിയോ അറിയണോ? ഇതെല്ലാം വ്യക്തമായിട്ട് കിടപ്പുണ്ട്. ഓക്കെ, ഗൂഗിളിൽ അറ്റ്ലീസ്റ്റ് ഇതൊന്ന് വായിച്ച്, അത് മലയാളത്തിലുണ്ട്, ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് നിനക്ക് നിന്റെ തോന്നിയവാസങ്ങൾ കാണിച്ചു കൂടെ? ഇനി അതിനുള്ള കഴിവ് നിനക്കില്ലേ? അല്ല, അതിനുള്ള കഴിവ് നിനക്ക് മറ്റേ വരയ്ക്കാൻ മാത്രമുള്ള കഴിവേ ഉള്ളൂ, വായിക്കാനുള്ള കഴിവില്ലേ? മോളെ, ഇവളെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മൾ കാസ്റ്റ് വൈസ് പറഞ്ഞു പോകും. ഈ ഒരു വിഷയത്തിൽ നമുക്ക് വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ്. ഇവളെ ഫസ്റ്റ് ഉണ്ടല്ലോ മുസ്ലിം സഹോദരങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം. അടിച്ച് ഇവളുടെ ചെവിക്കെല്ലാം പൊടിക്കണം. വേറെ ആരുമല്ല ചെയ്യേണ്ടത്, മുസ്ലിം സഹോദരങ്ങൾ തന്നെ ഇവളോട് അത് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ കിട്ടണം. പിടികിട്ടിയോ? ഇവളോടൊക്കെ അതാ ചെയ്യേണ്ടത്. അല്ലാതെ ഇത്രയും തോന്നിവാസം കാണിക്കുന്ന ഇവളെ പൂവിട്ട് പൂജിക്കാൻ എന്നെ കിട്ടത്തില്ല, ഇവളെ സ്ത്രീയാണെന്നും പറഞ്ഞെടുത്ത് തലേ വെച്ച് ചാഞ്ചാടാൻ എന്നെ കിട്ടത്തില്ല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനിയിപ്പോൾ കുറേ എണ്ണം വരും അതും പറഞ്ഞുകൊണ്ട്. അതുകൊണ്ടാണ് ആ ഒരു അഭിപ്രായത്തോട് താല്പര്യമില്ലാത്തവർ മാത്രം ഇപ്പോൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ ഒരു മറ്റേ തംസപ്പോ എന്തെങ്കിലും ഒന്ന് ഇട്, എന്തെങ്കിലും ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇവളെയൊക്കെ എത്ര പേരെടുത്ത് പുകഴ്ത്തുമെന്ന് എനിക്കൊന്ന് അറിയണം. അതുകൊണ്ടാണ്. ഇനി ഇവളുടെ വീഡിയോ അടിയിൽ വന്ന കുറേ കമൻറ്റുകളുണ്ട്, ഞാൻ വായിക്കാമേ. നല്ല ഡ്രാമ, അഹിന്ദുക്കളെ ഗുരുവായൂർ കയറ്റില്ല, പിന്നെയല്ലേ അശുദ്ധിയുള്ള പായസം കൊണ്ടുപോയി വഴിയരികിൽ വിശന്നിരിക്കുന്നവർക്ക് കൊണ്ടേ കൊടുക്ക്. അത് നല്ലൊരു കാര്യമാണ് മോളെ, കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരിക്കും. പിടികിട്ടിയോ? നീ റോട്ടിലുള്ളവർക്ക് കൊടുക്ക്, അത് പുള്ളിക്ക് ഇഷ്ടപ്പെടും. നിനക്ക് അങ്ങനെ പുള്ളിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ റോട്ടിലിരിക്കുന്നത്, അവിടെ ഒരുപാട് പേര് അങ്ങനെ ഇരിപ്പുണ്ട്. പൈസ കൊടുക്കാൻ നിന്റെ പൈസ ഇല്ലെങ്കിൽ വേണ്ട, നീ ആ കൊണ്ടുപോകുന്ന നിനക്ക് ഇതുപോലെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അവർക്ക് കൊടുക്ക്. കണ്ണന് പാൽപ്പായസം അവിടെ ഉണ്ടാക്കുന്നുണ്ട്, നീ വേണ്ടാത്ത വഴിപാടുകൾ ചെയ്യേണ്ട, കുറച്ച് കൂടുന്നുണ്ട്, അധികം ആർഭാടം വേണ്ട കേട്ടോ.
ജസ്ന സലീം, നീ ഉണ്ടാക്കിയ പായസം ഗുരുവായൂരിലേക്ക് കൊണ്ടുപോകാം, അമ്പലത്തിൽ കയറ്റില്ല. കാരണം വെളിയിൽ നിന്നുള്ള പായസം അമ്പലത്തിൽ നേദിക്കാറില്ല. പിന്നെ നീ ഒരു ഹിന്ദു അല്ലാത്തതിനാൽ പിന്നെ അമ്പലത്തിൽ പോകുവാനും പാടില്ല. ഗുരുവായൂർ അമ്പലത്തിൽ പൂജാരിമാർ ഉണ്ടാക്കിയ പായസം മാത്രമേ നേദിക്കാറുള്ളൂ. അവിടെ പോകുന്നത് നിനക്കും നല്ലതല്ല, പിന്നെ അമ്പലത്തിന് നല്ലതല്ല. അമ്പലത്തിന് നല്ലതല്ല എന്ന് 101% നമുക്ക് മനസ്സിലായി കഴിഞ്ഞതാ ഇവളവിടെ ചെല്ലുന്നത്. കാരണം ഇവളവിടെ ചെന്ന് കഴിഞ്ഞ് ഇതുപോലുള്ള എന്തെങ്കിലും തോന്നിവാസങ്ങൾ കാണിക്കും. എന്നിട്ട് വന്നിരുന്ന് പിന്നെ ഇത് 10 പേര് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രം ഈ പുന്നാരമോള് കാണിക്കുന്നതാണ്. അതുകൊണ്ട് മാത്രമാണ് എടുത്തു വെച്ചങ്ങോട്ടും അവിടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ശ്രദ്ധിക്കാൻ ശ്രദ്ധിപ്പിക്കുന്നതെന്ന് കാര്യം പിടി കിട്ടിയല്ലോ. കാരണം അറിയണം, ഇവളെ കാണും, ഇവളെ ബസ്സിലോ റോട്ടിലോ എവിടെങ്കിലും കാണുമ്പോഴത്തേക്ക് ഒരു 10 അടി നമ്മൾ മാറി നടക്കണം. കാരണം അത്രയ്ക്കും വലിയൊരു ദ്രോഹിയാണ് ഈ മോള്. എനിക്കങ്ങനെയാണ് തോന്നുന്നത്. പുറത്തു നിന്ന് ഒരു സാധനവും ഭഗവാന് നേരിട്ട് നീതിക്കില്ല. ഭഗവാന് മേൽശാന്തി നേരിട്ടേ എല്ലാം ചെയ്യാറുള്ളൂ, അത് അവർ ഉപയോഗിക്കാറില്ല. എടി ഡാഷ് മോളെ, വീണ്ടും ഗുരുവായൂരിലേക്ക് നിന്റെ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയോ? ഇപ്പം എവിടുന്നും പണം കിട്ടുന്നില്ലേ? അടുത്തത് പായസവുമായി ഇറങ്ങുന്നത് നീ നിന്റെ മതത്തിൽ പോയിട്ട് എന്തെങ്കിലും ചെയ്, അല്ലെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് വാ, അല്ലാതെ കോടാലി കൊണ്ട് കീറിയ വാ തുറക്കല്ലേ. എൻ്റെ പൊന്ന് ശ്രീജിത അങ്ങനെ ഒരു വ്യക്തിയാണ് ഈ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഇവളോടൊന്നും ഹിന്ദു മതത്തിലേക്ക് വരാൻ പറയല്ലേ. അത്രയ്ക്കും ദാരിദ്ര്യം ഉണ്ടോ? ഇവളുടെ സ്വന്തം മതത്തിൽ പോലും ഇവളെ വേണ്ട എന്നാണ് അവർ പറയുന്നത്. ഇവളുടെ കയ്യിരിപ്പുണ്ട്, പള്ളി പോലും കയറ്റുന്നില്ല. ഇവളെ എന്തിനാണ്? എല്ലാ വേസ്റ്റുകളും അടിയുന്നതാണോ ഹിന്ദു എന്ന് പറയുന്ന ആ ഒരു മതം? എല്ലാ വേസ്റ്റുകളെ എടുക്കാൻ ഇങ്ങനെ നിക്കല്ലേ പ്ലീസ്. വേണ്ട. ഇവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും വല്ല ഉഗാണ്ടയിലേക്ക് വല്ലതും കയറ്റിവിടുക, ആഫ്രിക്കയിലേക്ക് വല്ലോ. ഇതിനെ അതാണ് ചെയ്യേണ്ടത്. ഗുരുവായൂരപ്പന് കൊടുക്കാൻ വേണ്ടി ഭക്തർ പുറത്തു നിന്ന് കൊണ്ടുപോകുന്ന ഒരു സാധനവും അവിടെ എടുക്കാറില്ല. പൂവായാലും പഴങ്ങളായാലും പച്ചക്കറികളായാലും മറ്റു സാധനങ്ങളായാലും വെറുതെ മുന്നിൽ വെക്കാമെന്നല്ലാതെ പൂവ് അപ്പം പറ്റത്തില്ല തോന്നുന്നു കേട്ടോ. ഞാൻ സോറി, എൻ്റെ തെറ്റാണ്. പൂവൊക്കെ നമ്മളിവിടെ അടുത്തുള്ള അമ്പലത്തിൽ, ഞാൻ അങ്ങനെ ഗുരുവായൂരിൽ അങ്ങനൊന്നും നമ്മൾ കൊടുത്തിട്ടില്ല, പുറത്തുനിന്നൊന്നും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു ബാക്കി എല്ലാ അമ്പലത്തിലും പറ്റുമല്ലോ, പൂവൊക്കെ നമുക്ക് കൊണ്ട് കൊടുക്കാം. അതും പറ്റത്തില്ല, ഒരു സാധനങ്ങളും പറ്റത്തില്ല. ഓക്കെ, ഒരു സാധനവും പറ്റില്ല. വെറുതെ മുന്നിൽ വെക്കാമെന്നല്ലാതെ അത് ഗുരുവായൂരപ്പന് വേണ്ടി ഇന്നുവരെ ഉപയോഗിച്ചിട്ടില്ല, ഉപയോഗിക്കാനും പാടില്ല. ഗുരുവായൂരപ്പന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവിടെ തന്നെ തയ്യാറാക്കുകയാണ് ചെയ്യുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുറമേ ലേലം ചെയ്ത് വിൽക്കുകയാണ് പതിവ്. ഓക്കെ, മനസ്സിലായല്ലോ. ഞാൻ അമ്പലപ്പുഴ അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് അമ്പലത്തിൽ നിന്ന് തന്നെ മറ്റേ ഓരോ കാര്യങ്ങൾ, അതായത് മറ്റേ എന്തായാലും പറയുന്നത് തുളസിമാല അങ്ങനെയുള്ള സാധനങ്ങൾ കിട്ടും. നമ്മൾ അതാണ് മേടിച്ച് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുറത്തുനിന്ന് നമുക്ക് അടുത്തുള്ള ചെറിയ അമ്പലത്തിലൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ വീട്ടിലുള്ള പൂവും കാര്യങ്ങളും ഒക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്. അതും കുളിച്ച് ശുദ്ധിയോടെ. പിടികിട്ടിയോ? അങ്ങനെ ചെയ്യാറുള്ളൂ. ഗുരുവായൂർ നിങ്ങൾക്കറിയാം നല്ല തിരക്കാണ്. പോകുമ്പോഴൊന്നും ഞാൻ അങ്ങനെ ഒന്നും പ്രത്യേകിച്ച് അറിയാലോ, നമുക്കൊക്കെ അങ്ങനെ ക്യൂ നിൽക്കാൻ തന്നെ മടിയാണ്. ഞാൻ ചിലപ്പോൾ മിക്കപ്പോഴും 1000 രൂപ കൊടുത്താണ് കയറാറുള്ളത്. അതല്ലാതെ ഒരു പ്രാവശ്യം നിന്ന് എനിക്ക് പണി കിട്ടിയതിന് ശേഷം ഞാൻ ആ ഒരു പരിപാടിക്ക് അങ്ങനെ പോയിട്ടില്ല. പിന്നെ കൂടെയുള്ള ആളുകൾ ചിലപ്പോഴൊക്കെ വഴിപാടുകൾ കഴിക്കാറുണ്ട്, ഞാൻ അതിന് കൂടുതലും നിൽക്കാറില്ല. നമുക്ക് മടിയാണല്ലോ, സത്യം പറയാലോ. ആ ഒരു പരിപാടിയുണ്ട്, ഒരുപാട് നേരം നിൽക്കുമ്പോഴത്തേക്ക് വയ്യാതെയാവും. അതുകൊണ്ട് പക്ഷെ കൂടെയുള്ള ആളുകളൊക്കെ അത് ചെയ്യാറുണ്ട്. ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താറില്ല. നിന്നോ മേടിച്ചോ, ഞാൻ വെയിറ്റ് ചെയ്യാം. പക്ഷേ അത്യാവശ്യം അവിടുത്തെ ആചാര അനുഷ്ഠാനങ്ങൾ പരിപാടികൾ നമുക്കറിയാം. ഈ ഒരു കാര്യം എനിക്കറിയില്ലായിരുന്നു, എനിക്കൊരു പുതിയ അറിവാണ്. ഷാജി ചേട്ടൻ അത് കമൻറ്റിൽ ഇട്ടത് വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റിയല്ലോ. നമ്മൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ, അല്ലാതെ ഇവളെ പോലെ തോന്നിവാസം കാണിക്കുന്ന താല്പര്യമില്ല. ഇവളുടെ പിന്നാമ്പുറം ശരിയാ അന്വേഷണം വേണം. ഇവൾ ഗുരുവായൂരപ്പൻ്റെ പേരും പറഞ്ഞ് റീൽസിന് വേണ്ടി യഥാർത്ഥ ഭക്തരെ കബളിപ്പിക്കുകയാണ് എന്നാ തോന്നുന്നത്. ഇവൾക്ക് അമ്പലത്തിലെ ഐതിഹ്യത്തെ പറ്റിയ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല. ഐതിഹ്യം അതിനെപ്പറ്റി അറിയുന്നത് വിടുക ചേട്ടാ, വിടുക. സാമാന്യ ബോധം അത് മതി, അതിവക്കില്ല. അതിവക്കൊന്നുണ്ടായാൽ മതി എന്നേ എനിക്ക് പറയാനുള്ളൂ. ഗുരുവായൂരപ്പനെ വിറ്റ് നിറയെ പണം ഉണ്ടാക്കിയല്ലോ നീ. നല്ല ചതയും വെച്ച് ഇനിയെങ്കിലും ചതയും വെച്ച നിർത്തിക്കൂടെ നിന്റെ കൂതറ പരിപാടി. ഇവൾക്ക് ഹൈക്കോടതി ഉത്തരവുള്ളല്ലേ, എന്നിട്ടും ഇവളുടെ ഒരു അഹങ്കാരം. സത്യം ഞാനതാ പറയുന്നത്. ഇവളെ ഗുരുവായൂരമ്പലത്തിന്റെ പരിസരത്ത് കാണുമ്പോൾ ഉള്ളല്ലോ, പറ്റുമെങ്കിൽ ഈ ഗുരുവായൂരമ്പലത്തിന്റെ പരിസരത്തുള്ള കടക്കാരൊക്കെ ഇവളെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. കാണുമ്പോൾ തന്നെ ഇവളെ എടുത്ത് ദൂരെ കളയണം.
അതാണ് ചെയ്യേണ്ടത്. നമ്മൾ എന്തൊക്കെ ഈ നാട്ടിൽ ചെയ്യുന്നു? ഒരു വെള്ളപ്പൊക്കം, ഇപ്പോൾ എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടി, കൂടപ്പിറപ്പുകളെ രക്ഷിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടതാണ് ഈ സാധനത്തിനെ ഭഗവാന്റെ അടുത്തോട്ട് അടുപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു കാര്യം. അവിടെ എങ്ങാനും കണ്ടായി എടുത്ത് ദൂരത്തോട്ട് എറിയണം ഇവിടെ. ഇത് എൻ്റെ അഭിപ്രായമാണ്, മനസ്സിലായോ? അതുകൊണ്ട് ആ പരിസരത്തുള്ള ആളുകൾ, മാക്സിമം ആളുകൾ ഇവളെ പറ്റി അറിഞ്ഞിരിക്കണം. അടുപ്പിക്കരുത് ഇവളെ. ദേവസ്വം ബോർഡിൽ നമുക്കൊരു പരാതിയായിട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്തിരിക്കും. ഇവളെ അവിടെ അടുപ്പിക്കരുത്. കാരണം ഇവള് വലിയൊരു വിപത്താണ്, വലിയൊരു വിപത്ത്. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു, ഞാൻ നിർത്തുന്നു. ഞാൻ കൂടുതൽ പറയുന്നില്ല. ചിലപ്പോൾ കൂടുതൽ പറയാനിരുന്ന എൻ്റെ വായിൽ നിന്ന് വേറെ എന്തെങ്കിലുമൊക്കെ വീഴും. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.